അപ്പോൾ ഇന്ന് ഞാൻ കരിമീൻ ചെത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. 4 കരിമീനുണ്ട്, വലിയ കരിമീനാണ്. അപ്പോൾ നമുക്കത് നോക്കാം, കരിമീൻ എങ്ങനെയാണ് ചെത്തി നമുക്ക് കറി വെക്കാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇത് മെയിനാണ്. നമുക്ക് കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ കരിമീനിൽ ഇങ്ങനെ ചെത്തി ചെയ്യണ കാര്യം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് കളയട്ടെ. എല്ലാം ഞാൻ കത്രികയിലാണ് കേട്ടോ വെട്ടാറുള്ളത്. എത്ര വലിയ മീൻ കിട്ടിയാലും എനിക്ക് കത്രികയാണ് സൂട്ടാവുന്നത്. കരിമീൻ തിന്നുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിക്കോസ് കരിമീൻ്റെ മുള്ള് ഭയങ്കര ഷാർപ്പാണ്. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കരിമീൻ സാധാരണ മീൻ തിന്നുന്ന പോലെയല്ല. നല്ല വലിയ കരിമീനാണ്. ഇതിൻ്റെ ഫ്ലഷൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ആ ഗസ്റ്റിന് വേണ്ടി ഒരുക്കുന്ന കരിമീൻ ചെത്താൻ പോണേ കേട്ടോ. ആദ്യം ഞാൻ ഇങ്ങനെ ചെത്തണേ. നല്ല ഷാർപ്പ് കത്തിയാണെങ്കിൽ നമുക്ക് ചെത്തി തന്നെ എന്താ ഇങ്ങനെ തന്നെ പോവും. കരിമീൻ ചെത്തണമെന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്നും കൂടി നമുക്ക് ഫാസ്റ്റ് ആക്കാം നമ്മുടെ കത്തി ഷാർപ്പാണെങ്കിൽ. അല്ലെങ്കിൽ കരിമീൻ ഒന്ന് ഉണക്കി കഴിഞ്ഞാലും കണ്ടില്ലേ ഇവിടെ നമുക്ക് ചെയ്യാം. ഞാൻ അടുപ്പത്തെ മീൻ വെച്ചേക്കുന്നു, ഉച്ചക്കത്തെ ചോറിൻ്റെ. എന്താ എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഒരു ടൈം പാസ്. എന്നാൽ മറ്റുള്ളവർക്കൊരു രസമാണ് കാണുന്നത്. ഒത്തിരി സജഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കമൻസ് പേഴ്സണലി ആണ്. ഓക്കെ, അവിടെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കത്തി നല്ല ഷാർപ്പായെങ്കിൽ നമ്മുടെ കയ്യിൽ നോക്കണം, ഒന്നും കട്ടായി പോകരുത്. കുറച്ച് ഫാസ്റ്റ് ആയതുണ്ട് ഞാൻ. ഇന്നത്തെ ലേറ്റായി പോയി. ക്ലാസ്സൊക്കെ ഉണ്ടായി. വീട്ടിലൊരു ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. വെക്കം കഴിയും നമ്മുടെ മീൻ വെട്ടല്. പക്ഷെ നല്ല ശീലം വേണം കേട്ടോ. ഇങ്ങനെ കുഞ്ഞിലേ അമ്പിച്ചിടെയൊക്കെ കൂടി ഇങ്ങനെ കൂടി നിന്ന്, അന്നും അപ്പിച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ. പരിപാടിക്കൊക്കെ കരിമീൻ്റെ ഫിഷ് മോളിയൊക്കെയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന്, എൻ്റെ കല്യാണം 98-ലായിരുന്നേ. അന്നും ഫിഷ് മോളി കരിമീനായിരുന്നു. എൻ്റെ ചേച്ചിയുടെ കല്യാണം ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് 88 ആ ഇയർ ആയിരുന്നു. അന്നും ഫിഷ് മോളി ആയിരുന്നു.
ഇത് കൊച്ചിക്കാർക്ക് ഇത്തിരി ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കൊച്ചിക്കാരിയാണ്. ഇത് ഇന്നത്തെ പിള്ളേർക്ക് എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്ന. ഇതേപോലെ കണമ്പും ചെത്താട്ടോ നമുക്ക്. ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഇടാം. ഇനി ഇത് ഒരക്കണ്ട കേട്ടോ. കത്തിയൊന്ന് മുറിച്ച് വെച്ചതാ. ഓക്കെ, സത്യം പറഞ്ഞ ഇതൊന്നും കട്ട് ചെയ്യണ്ട, ഇതിന്റെ അകത്തൂടി തന്നെ പോരും. എന്താ എത്ര സമയം എടുത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. ഞാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ല. 4 വലിയ കരിമീനാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര സമയം എടുത്തെന്ന്. എൻ്റെ അടുക്കള കുഞ്ഞാണ്, അപ്പം ഞാൻ ഒന്നും മാറ്റാനൊന്നും നിന്നില്ല. വലിയ ബ്യൂട്ടി ഒന്നും അടുക്കളക്ക് വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കരിമീൻ ചെത്തിക്കഴിഞ്ഞു കേട്ടോ.